വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഓട്സിന്റെ ഡിഷാണ്. ഓട്സിന്റെ ഡിഷസ് ഒരുപാട് വേണമെന്ന് റിക്വസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾ കാണാനും ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഓട്സിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ ഇട്ടിരിക്കുന്ന ഓട്സിന്റെ റെസിപ്പീസ് എല്ലാം ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊത്തപ്പാണ്, ഓട്സ് ഊത്തപ്പാണ് ഞാൻ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ കഴിക്കണം തോന്നുന്നു പെട്ടെന്ന് പോയി കിച്ചണിൽ പോയി എല്ലാം മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാന് ശേഷം നമുക്ക് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ ഓവർനൈറ്റ് ഫെർമെന്റേഷൻ്റെ വേറെ ഒരു ആവശ്യമില്ല. ഈ ഊത്തപ്പം വളരെ ഹെൽത്തിയാണ്, അതേസമയം ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാം. ഒട്ടും താമസിക്കേണ്ട എങ്ങനെയാണ് ഓട്സ് കൊണ്ടുള്ള ഊത്തപ്പം നമുക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്സ് ഊത്തപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ എപ്പോഴും ഞാൻ എടുക്കാറുള്ള പോലത്തുള്ള വൈറ്റ് ഓട്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വൈറ്റ് ഓട്സ് അല്ല വേറെ ഏത് ഓട്സ് ആണെങ്കിലും എടുക്കുക. അതിനുശേഷം നന്നായി ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വറക്കുക ഓട്സ്. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടതിന് ശേഷം നന്ന ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഓട്സ്. അത് ഫൈനായിട്ട് പൊടിയണം. മാത്രമല്ല വറുത്തിട്ടുണ്ടെങ്കിലാണ് നല്ലൊരു ഫ്ലേവർ വരുള്ളൂ ഓട്സ് ഊത്തപ്പം ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഓട്സിന്റെ പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് റവയാണ്. നമ്മൾ സാധാരണ ഉപ്പുമാവിനൊക്കെ ഉപയോഗിക്കുന്ന റവ. പക്ഷെ ഞാനിത് വറുത്തിട്ടില്ല. വറുത്ത റവയാണെങ്കിലും ഉപയോഗിക്കാം, വറുക്കാത്ത റവയാണെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അത് 1/2 ഗ്ലാസ്. അപ്പോൾ 1 ഗ്ലാസ് ഓട്സിന്റെ പൊടിക്ക് 1/2 ഗ്ലാസ് റവ. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് പിന്നെ നോക്കിയിട്ടൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തൈര്. അപ്പൊ അത് ആദ്യം തന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായി അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ അടുത്ത് മോരാണ് ഉള്ളതെങ്കിൽ മോര് ഒഴിച്ചാലും മതി. ഒരു 1/4 ഗ്ലാസോളം. ഇതിപ്പോ കട്ടയുള്ള തൈര് നമ്മൾ ഉടച്ചു വരുമ്പോൾ 1 ഗ്ലാസോളം തൈര് വരും. കട്ട ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ട് ഈ തൈരിന്റെ കട്ട ഉടയ്ക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. പുളിയുള്ള തൈരാണേ, ഒരുപാട് പുളിയല്ല, എന്നാലും അത്യാവശ്യം ചെറിയ പുളിയുള്ള തൈരാണിത്. അപ്പോഴാണ് ഊത്തപ്പത്തിന് റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് വരുള്ളൂ. ഒട്ടും പുളിയില്ലാത്ത തൈരായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇപ്പൊ ഇവിടെ ഞാൻ പാലപ്പത്തിന്റെ പൊടിയാണ് സാധാരണ നൈസായി പൊടിച്ചു വെച്ചിരിക്കുന്നത്. വറുത്ത് വെച്ചിരിക്കുന്ന നൈസ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് അരിപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമായത് കൊണ്ട് ചെറിയൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടി മാത്രം 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓട്സ് ഊത്തപ്പത്തിന്റെ ബാറ്റർ നമുക്ക് നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുന്ന ഓണിയനും വെജിറ്റബിൾസ് ഒക്കെ ആ സമയത്ത് മാത്രം കട്ട് ചെയ്ത് വെക്കാൻ പാടില്ല. നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. അതുകൊണ്ട് അത് മാത്രം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം കട്ട് ചെയ്യുക. ബാക്കി ഈ ബാറ്റർ നിങ്ങൾക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പൊ വെള്ളത്തിന്റെ അളവ് ഞാൻ ഒഴിച്ചാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ ചേർത്തിരിക്കുന്ന റവ ഒന്ന് കുതിർന്ന് വരുമ്പോൾ വെള്ളത്തിന്റെ അളവ് മാറ്റങ്ങൾ വരും. അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയതിന് ശേഷം വീണ്ടും എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഊത്തപ്പത്തിന് ഒരുപാട് ലൂസ് ആവാനും പാടില്ല, അതേസമയം ഒരുപാട് അങ്ങ് തിക്കാവാനും പാടില്ല. കൺസിസ്റ്റൻസി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്ററായിട്ട് നമുക്കിത് എടുക്കുക കേട്ടോ. ഇപ്പം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. കട്ടകളൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേക്കൊക്കെ ബീറ്റ് ചെയ്യുന്ന ബീറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ കട്ടകൾ ഉടച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടും പെട്ടെന്ന് തന്നെ കട്ടകൾ ഉടച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള എന്താണ് അതനുസരിച്ച് അത് ഉപയോഗിച്ച് ഇതിലത്തെ കട്ടകൾ കംപ്ലീറ്റ് അങ്ങ് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരല്പം ഉലുവയുടെ പൊടി ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കാൻ പാടില്ല, ജസ്റ്റ് ആ ഫ്ലേവറിന് വേണ്ടി മാത്രം. ഒരുപാട് ഉലുവയുടെ പൊടി ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ കനപ്പരസം വരും. ജസ്റ്റ് ഒരു നുള്ള് കേട്ടോ, അത്ര മാത്രം മതിയേ. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമ്മുടെ ദോശ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഉലുവയുടെ മണം എവിടേക്കോ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടി മാത്രം. നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഉലുവ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റോളം അങ്ങ് മാറ്റി വെക്കാം. അതിനുശേഷം അപ്പോഴേക്കിനും ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന റവയൊക്കെ നന്നായി വീർത്ത് വരും. അപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി തിക്കായിട്ട് മാറും. അതിനുശേഷം നമുക്ക് എത്ര വെള്ളം വേണമെന്ന് തീരുമാനിച്ച് ഒഴിക്കുക. അതിനുശേഷം അപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ നമുക്കിത് 15 മിനിറ്റിന് ശേഷം നോക്കാം. അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് ഓണിയൻ, ഒരു സവാളയുടെ പകുതി ഞാൻ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച്
ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കറിവേപ്പില നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം യൂസ് ചെയ്യാം. അപ്പൊ അതൊക്കെ താല്പര്യം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കോളൂ. എല്ലാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ചില കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ചില കുട്ടികൾക്ക് ഈ ഒണിയനൊന്നും താല്പര്യം ഉണ്ടാവില്ല, അതായത് സവാള താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ കുട്ടികൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ സവാളയും പച്ചമുളകും ഒഴിവാക്കാം. അപ്പൊ ഇത്രയാണ് ഇപ്പൊ ഞാൻ തൽക്കാലം യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മാറ്റി വെക്കാം. അതെ, അപ്പൊ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അല്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 1 ഗ്ലാസ് വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ബാറ്ററിന്റെ തിക്നെസ് കുറച്ചും കൂടെ കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഞാനൊരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ദോശമാവിന്റെ കൺസിസ്റ്റൻസി, ഇഡ്ഡലി മാവിന്റെ അത്ര ആവണ്ട കേട്ടോ, അതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. മതി. അപ്പൊ ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ എനിക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള റവയുടെയും നിങ്ങളുടെ കയ്യിലുള്ള ഓട്സിനനുസരിച്ചും ഈ വെള്ളത്തിന്റെ അളവിലൊക്കെ മാറ്റങ്ങൾ വരും, അതുപോലെ തന്നെ ചേർത്തിരിക്കുന്ന തൈരിനനുസരിച്ചും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് ലൂസായിട്ട് ഇരിക്കണം. അത് ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. എനിക്ക് കറക്റ്റാണ്. നല്ല തൈരാണ് കേട്ടോ. ഈ ശരിക്കും ഇപ്പോൾ ഒരു ദോശമാവിന്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് തൈരിന് അത്യാവശ്യം പുളിയുണ്ട്, അതേസമയം ഓവർ പുളിയും അല്ല. അപ്പോൾ ഓട്സ് ഈ റെസിപ്പി ചെയ്യുമ്പോൾ വറുത്തിട്ട് വേണം പൊടിക്കാൻ, അത് മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ പുട്ടുപൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പുട്ടുപൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ പുട്ടുപൊടിയും റവയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് കുറച്ച് വെള്ളം, അതായത് തിക്നെസ് കൂടും. അതിനനുസരിച്ച് അതിൽ ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. ഓട്സ് ഊത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെക്കുക. ഇത് ചൂടാവട്ടെ, നന്നായി ചൂടാവണം. അതിനുശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ പച്ചക്കറി അരിഞ്ഞു വെച്ചില്ലേ, അതിന്റെ കൂട്ടത്തിൽ ഇഞ്ചി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാനിപ്പോൾ ഇഞ്ചി ഉപയോഗിച്ചിട്ടില്ല. ചിലവർ ഇപ്പോൾ അതിന്റെ മുകളിൽ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ശരിക്കും പിസ്സ പോലെ ആക്കിയെടുക്കുന്നവരുണ്ട്. അതപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് അങ്ങനെയും ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് തവ അല്ല എന്നുണ്ടെങ്കിൽ, സാധാരണ ദോശക്കല്ലാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് എണ്ണ തടവണം കേട്ടോ, അത് മറക്കരുത്. എണ്ണ തടവിന് ശേഷം മാത്രം ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ തവ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു സൗണ്ട് വരില്ലേ, ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തവ റെഡി ആണെന്നാണ്. തവ നല്ല ഹൈ ഫ്ലെയിമിൽ ഇരിക്കുന്ന സമയത്ത് വേണം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ കുട്ടി കുത്തപ്പൺ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു കയ്യിലാണ് ഒഴിച്ചിരിക്കുന്നത്. കുഞ്ഞു കുത്തപ്പൺ എപ്പോഴും നല്ലത്. അപ്പോൾ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓവറായിട്ട് തിക്കാവാനും പാടില്ല, അതേസമയം ഓവറായിട്ട് തിന്നാവാനും പാടില്ല. ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യമുള്ള നിങ്ങൾ എന്താണ് മുറിച്ച് വെച്ചിരിക്കുന്നത്, ആ പച്ചക്കറികളും കറിവേപ്പിലയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. തീ നമുക്ക് ഇനിയിപ്പോൾ കുറയ്ക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം ഞാൻ നല്ലോണം പച്ചമുളക് ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉത്തപ്പത്തിൽ പച്ചമുളക്, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഓണിയൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കറിവേപ്പിലയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അതേപോലെ തന്നെ കുറച്ച് തക്കാളി. കളർഫുൾ ആക്കുക, അത്രേ ഉള്ളൂ. ആരോഗ്യത്തിന് നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാതും ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്കിനി ഇതിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏതോ ഓയിലായാലും കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വേവിച്ചെടുക്കാം. പിന്നെ ഇത് ഓട്സിന്റെ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഓട്സ് പുട്ട്, ഓട്സ് ചപ്പാത്തി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓട്സ് ഊത്തപ്പം, ഇനി ഓട്സ് ദോശയുണ്ട്, അതുപോലെ തന്നെ ഓട്സ് ഉപ്പുമാവുണ്ട്, ഓട്സ് ഇഡലി ഉണ്ട്. അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ബാക്കിയുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അത് പതുക്കെ ഞാൻ ചെയ്യാം. പക്ഷെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഹെൽത്തി എന്ന് പറയുകയും ചെയ്യും, പക്ഷെ പറയുന്ന അത്ര പേരൊന്നും കാണുന്നൊന്നുമില്ല. അതാണ് എൻ്റെ സങ്കടം. ഞാൻ പല റെസിപ്പീസിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം, എന്താണെന്നറിയില്ല. എനിവേ, ഇപ്പം ഞാൻ രാവിലെ എന്താ പിള്ളേർ പോയി കഴിഞ്ഞാൽ എനിക്ക് സ്വന്തം ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഓട്സിൻ്റെ പല ഐറ്റംസ് ഈസി അല്ല എല്ലാം ഉണ്ടാക്കാൻ, അങ്ങനെ ട്രൈ ചെയ്യും. പിന്നെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ചിലപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാവും, അത് കൂട്ടി കഴിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ടുണ്ട്, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി മൂടി വെക്കേണ്ട, മറിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ അങ്ങ് വെന്തോളും. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ തവയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുഞ്ഞു കുറേ ഊത്തപ്പംസ് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ കുഞ്ഞു ഊത്തപ്പംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രം. ഫ്ലെയിം ഞാൻ പറഞ്ഞില്ല, ആദ്യം മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. പിന്നെ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും, ഉള്ളിൽ കുക്കാവില്ല. ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച കാരണം ഈ ഊത്തപ്പവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ
ഇതേപോലെ ഓട്സിൻ്റെ ഊത്തപ്പത്തിൻ്റെ കാര്യം പറഞ്ഞ 2-3 തമിഴ് ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടാണ് ഈ റെസിപ്പി ഞാൻ ചെയ്യുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട്. തമിഴ്നാട്ടിൽ പഠിച്ച കാരണം അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. തമിഴ് റെസിപ്പീസ് കിട്ടാൻ ഒരുപാട് സോഴ്സ് ഉണ്ട് നമുക്ക്. അല്ല അവർക്കൊക്കെ ശരിക്കും അറിയാമല്ലോ. നമ്മൾ മലയാളികൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കേരള ഒരു ടച്ചൊക്കെ വരും. പക്ഷെ അവർ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു തരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ മിനി പിസ്സ പോലെ ഉണ്ട് അല്ലേ. അടുത്ത ഇതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു തവി, ചെറിയ തവിയാണ് കേട്ടോ, ഒഴിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ, തിക്നെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഭയങ്കര കൂടുതൽ തിക്കായി തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം തിക്നെസ് കുറച്ചോളൂ. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിനി ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് നല്ലെണ്ണയാണ് എപ്പോഴും അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യാൻ താല്പര്യം. കാരണം ആ ഒരു ഒത്തൻറ്റിക് ഫ്ലേവർ നമുക്ക് വരുന്നത് നല്ലെണ്ണ ഒഴിക്കുമ്പോഴാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, അതിൽ ചേർത്തിരിക്കുന്ന ഉലുവയുടെ പൊടി ഒരു അല്പം മാത്രം ചേർക്കാൻ പാടുള്ളൂ. ഒരുപാട് കൂടി കഴിഞ്ഞാൽ കഴിക്കാനേ പറ്റില്ല ഊത്തപ്പം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂടോടുകൂടി സെർവ് ചെയ്യാം. അപ്പം നിങ്ങൾക്കിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് മാവ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചോളൂ. അതിനുശേഷം വൈകുന്നേരമൊക്കെ ആവശ്യമുള്ള സമയത്ത് മാത്രം ഉണ്ടാക്കുക. അതിനുശേഷം സെർവ് ചെയ്യുക ചൂടോട് കൂടിയിട്ട്. ഉണ്ടാക്കി വെക്കാൻ പാടില്ല, അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയോ സാമ്പാറോ എപ്പോഴും വേണം. ഇതിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. സാധാരണ ഊത്തപ്പ റെസിപ്പി ചോദിക്കുന്ന ഒരുപാട് പേര് ഞാൻ ഇടാം കേട്ടോ. പതുക്കെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഓട്സ് ഊത്തപ്പം വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. എനിക്ക് മല്ലിയുടെ ഇലയിനേക്കാളും ഇഷ്ടം കറിവേപ്പില ഇടാനാണ്. അതിൽ കറിവേപ്പിലയുടെ സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം കറിവേപ്പിലയുടെ സ്മെല്ല് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മല്ലിയില ഇടാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. തീ കുറയ്ക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ താഴെ കരിഞ്ഞു പോയേ. ഇത് പതുക്കെ കുറച്ച് മാത്രം മതി എണ്ണ, പക്ഷെ കുറച്ച് എണ്ണ വേണം. അപ്പോഴാണ് ആ കറക്റ്റ് സ്മെല്ല് കിട്ടുന്നത്. അടച്ചു വയ്ക്കാം. ഇനി നമുക്കങ്ങ് തിരിച്ചിടാം. തിരിച്ചിടേക്കാൾ മുമ്പായിട്ട് തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ. പച്ചക്കറികളൊക്കെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ അമർന്ന് പൊക്കോട്ടെ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് താഴേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് തിരിച്ചിടാം കേട്ടോ. ഇനി നമുക്ക് കിടക്കാം. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ നന്നായി കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. കുക്കായിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കുക്കായിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം കേട്ടോ. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല നമുക്ക് ഡിന്നർ ആയിട്ടും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഇതേപോലെ ഓട്സിന്റെ പുട്ട്, ഓട്സിന്റെ ദോശ, ഓട്സിന്റെ ഇഡ്ഡലി അങ്ങനെയൊക്കെയാണ് രാത്രി ഡിന്നർ ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും മാത്രം നമുക്കിത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. അതെന്ന് വെച്ചാൽ എളുപ്പമാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇതിന്റെ ഇത് ചെറിയ തീയിലിട്ടതിന് ശേഷം 1 മുതൽ 2 മിനിറ്റ് വരെയാണ് ഇതിന് കുക്കിംഗ് ടൈം കേട്ടോ. ഒരു വശം വേവാൻ. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. വേവണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 10 ചെറിയ ഊത്തപ്പത്തിനുള്ള മാവ് ഉണ്ടാവുള്ളൂ ഇത്. അതേസമയം വലിയ ഊത്തപ്പമാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 5-6 ഊത്തപ്പം മതി എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞാൽ മതി കേട്ടോ. കാരണം ഇത് അരിഞ്ഞ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പം അതെപ്പോഴും സൂക്ഷിക്കുക. കുറച്ച് അരിയുക, ആവശ്യത്തിന് ഇതേപോലെ വെതറുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വീണ്ടും അരിയുക. അത് ശ്രദ്ധിക്കുക. പിന്നെ ചിലവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിന് മുകളിൽ അല്പം ഉപ്പ് വതറി കൊടുക്കും, ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യാറില്ല. മാവിൽ ഓൾറെഡി ഉപ്പുള്ള കാരണം പിന്നെ പച്ചക്കറികളുടെ മുകളിൽ ഞാൻ ഉപ്പിടാറില്ല കേട്ടോ. അപ്പം നമ്മൾ ഓട്സ് ഊത്തപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ സാമ്പാർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ടൊമാറ്റോ ഓണിയൻ ചട്നി ഇല്ലേ, ജസ്റ്റ് മിക്സ് ചെയ്തിരിക്കുന്ന എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതും ആണ് കോമ്പിനേഷൻ. നല്ല സ്പൈസിയാണ്. അപ്പോൾ ഒരു പിടി പിടിക്കാൻ പോവാണ്. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ആഹാ, ഇത് ഓട്സ് ഊത്തപ്പം എന്നാരും പറയില്ല കേട്ടോ. കാരണം നല്ല സ്പൈസിയാണ്. നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുള്ള കാരണം അടിപൊളിയായിട്ടുണ്ട്. സാമ്പാർ അടിപൊളിയായിട്ടുണ്ട്. ഊത്തപ്പം അതിനേക്കാളേറെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള ഊത്തപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് തരണം. നിങ്ങൾ ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഓട്സിൻ്റെ വിഭവങ്ങളായിട്ട് തീർച്ചയായിട്ടും വരാം. ഈ ഓട്സിൻ്റെ ഊത്തപ്പത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ ബ്ലാൻഡാണ് ഊത്തപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ലൈവ്ലി ആക്കുന്നത്, നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാക്കി മാറ്റുന്നത് പച്ചമുളകാണ്. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രം പച്ചമുളക് ഒഴിവാക്കുക. അതേസമയം നമ്മളെപ്പോലെ അഡൽസ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പച്ചമുളക് കൂടുതലിടുക. അപ്പോഴാണ് നിങ്ങൾ കഴിച്ചു നോക്കൂ. അപ്പോൾ ചേച്ചി പറഞ്ഞത് മനസ്സിലാവും. ആ പച്ചമുളകോട് കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ സാമ്പാറോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചട്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലേ, തക്കാളി ചട്നി, കാര ചട്നി, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. വെറുതെ ഹെൽത്തിക്ക് ചില ഡിഷസ് ഉണ്ട് ഹെൽത്തി ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അധികം ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കഴിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഹെൽത്തിയാണ്, അതേസമയം ടേസ്റ്റോട് കൂടി നമുക്ക് ഇത് ശരിക്കും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഭക്ഷണം വരുന്നത്
അത് സോഫയിൽ വന്നിരുന്നേ ഹോട്ടലിൽ വന്നിങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഞാൻ കാണുന്നില്ല, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ ചവിട്ടുന്നു. എന്താണ് റിവ്യൂ വേണം? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങിയ ഉടനെ റിവ്യൂ എഴുതാൻ പറ്റിയല്ലേ? ഞാൻ നിർത്തി. ബുദ്ധിമുട്ടായതുകൊണ്ടാണോ? ഫുള്ള് കഴിച്ചാലേ പറയാൻ പറ്റും. അത് ശരി. ഫസ്റ്റ് ഇംപ്രഷൻ സംഭവിക്കും ഹോട്ടലിൽ.